നമസ്കാരം. ആയുഷ് മീഡിയയുടെ പുതിയൊരു ലക്കത്തിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നു ഞങ്ങൾ പരിചയപ്പെടുത്തുന്നത് പച്ചക്കറി കൃഷിയിൽ മികച്ച വിളവ് കിട്ടാനുള്ള ജൈവ ഉപാധിയായ നിങ്ങൾ ഏവരും കേട്ടിട്ടുള്ള സ്യൂഡോമോണോസിസിന്റെ ഗുണങ്ങളും അതിന്റെ വിവിധ ഉപയോഗക്രമങ്ങളും ആണ്. അതിനു മുൻപായി ഞങ്ങളുടെ ചാനൽ ഇനിയും നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള ബെൽ ഐക്കൺ കൂടി പ്രസ് ചെയ്യുമല്ലോ. കൂടാതെ ഞങ്ങളുടെ വാട്സപ്പ് ഗ്രൂപ്പ് ലിങ്ക് താഴെ വീഡിയോ ഡിസ്ക്രിപ്ഷനിൽ നൽകിയിട്ടുണ്ട്. അതിൽ ജോയിൻ ചെയ്താൽ നിങ്ങളുടെ കൃഷി സംബന്ധമായ സംശയങ്ങൾക്ക് ഗ്രൂപ്പ് വഴി പരിഹാരങ്ങൾ കാണാവുന്നതാണ്. സ്യൂഡോമോണോസ് എന്നത് ഒരു ജൈവ ബാക്ടീരിയ ആണ്. പച്ചക്കറികളിൽ സാധാരണ കാണുന്ന തണ്ട് വാടൽ, വേര് ചീയൽ, പൂവ് കൊഴിയൽ, ഇലമുരടിപ്പ് എന്നിവയ്ക്കെല്ലാം പരിഹാരമാണിത്. സ്യൂഡോമോണസ് ഉപയോഗിച്ചു തുടങ്ങുന്നതിന് മുമ്പായി ഒരു മുന്നറിയിപ്പ് തരുന്നു. ഒരിക്കലും രാസവളത്തിനൊപ്പം സ്യൂഡോമോണസ് ഉപയോഗിക്കരുത്. അഥവാ ഉപയോഗിച്ചാൽ തന്നെയും രാസവളം ഇട്ട് 15 ദിവസത്തിന് ശേഷം മാത്രം സ്യൂഡോമോണസ് ഉപയോഗിക്കുക. ആദ്യമേ സ്യൂഡോമോണസ് വളർന്നു തുടങ്ങിയ ചെടികളിൽ എങ്ങനെ ഉപയോഗിക്കാം എന്ന് നോക്കാം. ആദ്യമായി 30 ഗ്രാം സ്യൂഡോമോണസ് എടുത്ത് 1 ലിറ്റർ വെള്ളത്തിൽ നന്നായി മിക്സ് ചെയ്യുക. നന്നായി ലയിച്ചു കഴിയുമ്പോൾ വെള്ളത്തിന്റെ നിറം പാൽ പോലെയാകും. അപ്പോൾ അതിന്റെ തെളിയെടുത്ത് ഒരു ഹാൻഡ് ഡിസ്പെൻസറിൽ നിറയ്ക്കുക. അതിനുശേഷം ചെടികളിൽ തണ്ടുകളിലും ഇലകളിലും നന്നായി സ്പ്രേ ചെയ്യുക. ഇങ്ങനെ ചെയ്യുമ്പോൾ സ്യൂഡോമോണോസിലെ മിത്ര ബാക്ടീരിയ എല്ലായിടത്തും എത്തും. അങ്ങനെ വിളവും കൂടും, രോഗങ്ങളും ഉണ്ടാകില്ല. ഇനി അടുത്ത സ്റ്റെപ്പ്, നമ്മൾ സ്പ്രേ ചെയ്യാൻ എടുത്ത തെളിയുടെ ബാക്കി പാത്രത്തിൽ ഉണ്ടാകും. അത് അല്പം കൂടി കലക്കി ചെടികളുടെ ചുവട്ടിൽ ഒഴിച്ചു കൊടുത്താൽ മതി. അങ്ങനെ ചെയ്യുമ്പോൾ വേരുകൾ വഴി ഉണ്ടാകുന്ന കീടബാധകൾക്ക് ശമനമുണ്ടാകും. ഇനി വിത്തുകൾ നടുന്നതിന് എങ്ങനെ സ്യൂഡോമോണസ് ഉപയോഗിക്കാം എന്ന് നോക്കാം. ഇതിനു വേണ്ടി 10 ഗ്രാം സ്യൂഡോമോണസ് എടുത്ത് 1/2 ലിറ്റർ വെള്ളത്തിൽ കലക്കുക. ഇതിലേക്ക് നമ്മൾക്ക് 1/2 കിലോ പച്ചക്കറി വിത്തുകൾ വരെ ഇട്ട് 30 മിനിറ്റ് നേരം വെക്കുക. അതിനുശേഷം തണലുള്ള ഭാഗത്ത് വെച്ചുണക്കി എടുക്കുക. ഇങ്ങനെ ചെയ്താൽ പച്ചക്കറി വിത്തുകളുടെ മുളയ്ക്കൽ ശേഷി കൂടും, നല്ല ആരോഗ്യമുള്ള തൈകൾ ഉണ്ടാകുകയും ചെയ്യും. അപ്പോൾ ഏവർക്കും ഈ വീഡിയോ ഇഷ്ടമായി കാണും എന്ന് വിചാരിക്കുന്നു. വീഡിയോയെ പറ്റിയുള്ള അഭിപ്രായം താഴെ കമന്റ് ചെയ്യുക.